മാനന്തവാടി കുടൽക്കടവിൽ ടൂറിസ്റ്റുകളുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഒരു ആദിവാസി യുവാവിനെ റോഡിലൂടെ 500 മീറ്ററോളം വലിച്ചിഴച്ച് കൊണ്ടുപോയി. വിനോദസഞ്ചാരികൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രദേശത്തുള്ള മാതനെ അതിക്രൂരമായി ഇങ്ങനെ 500 മീറ്ററോളം വണ്ടിയിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾക്ക് പരിക്കുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗോപികൃഷ്ണൻ, ഈ വാഹനത്തിൻ്റെ ഉടമയുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് കിട്ടിയോ? ഇപ്പോൾ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. അതിൽ വാഹനത്തിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. KL 52H8733, KL 52H8733 എന്നതാണ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ ഉള്ളത്. ഈ വാഹനം പരിവാഹനിലൊക്കെ നമുക്ക് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കുറ്റിപ്പുറം സ്വദേശിയുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ വഴിക്കുള്ള അന്വേഷണം നടക്കുന്നു. തിരൂർ ഭാഗത്താണ് വാഹനം ഉള്ളത് എന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ട്. ഏതായാലും 4 പേർ സഞ്ചരിച്ചിരുന്നു ഈ വാഹനത്തിൽ ഈ അതിക്രമം നടക്കുന്ന സമയത്ത് എന്ന വിവരവും പോലീസിന്റെ കൈവശമുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് പരിശോധനകളും അന്വേഷണവും നടത്തുന്നത്. SKN, നേരത്തെ ശ്രീമതി ധന്യാരാമൻ പറഞ്ഞതുപോലെ ആദിവാസി യുവാക്കൾ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അപകടത്തിൽപ്പെടുന്ന അവർക്കെതിരായി നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ പോലീസ് സംവിധാനങ്ങൾ മാത്രമല്ല പൊതുസമൂഹത്തിനാകെ അവര് ഒരു നിസ്സംഗ സ്വഭാവം, നിസ്സംഗ മനോഭാവം ഇത്തരം സംഭവങ്ങളിൽ പുലർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു അട്ടപ്പാടിയിലെ കടുകുമണ്ണ ഊരുകാരനായ മധുവിന് ആൾക്കൂട്ട വിചാരണ നേരിട്ട് മധു കൊല്ലപ്പെട്ട ആ സംഭവത്തിനോട് പൊതുസമൂഹം പുലർത്തിയ നിസ്സംഗത. ഇത്തരം കാര്യങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരെ ഒരു മനുഷ്യരായി കാണാനോ മനുഷ്യത്വത്തോടു കൂടി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ സാമൂഹിക നീതി ഉറപ്പുവരുത്താനോ നിയമ സംവിധാനങ്ങൾ നീതിപൂർവ്വം നടപ്പാക്കപ്പെടുന്നുണ്ട് അതിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും എന്ന് ഉറപ്പാക്കാനോ കഴിയാത്ത തരത്തിൽ നേരത്തെ വിജയകുമാറൊക്കെ സൂചിപ്പിച്ചതുപോലെ പരിഷ്കൃത സമൂഹമാണ്, പുരോഗതിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ മലയാളി സമൂഹം പൊതുവെ പറയുമ്പോഴും ആദിവാസി വിഭാഗങ്ങളോടും അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അടങ്ങുന്ന പ്രശ്നങ്ങളോടുമുള്ള നമ്മുടെ സമീപനത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പയ്യമ്പള്ളിയിലെ മാതിന് സംഭവിച്ചിരിക്കുന്നത്. ചെക്ക് ഡാം കാണാനെത്തിയ 2 ടൂറിസ്റ്റ് ആളുകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള വാക്കുതർക്കം, അവരിൽ ഒരാൾ കല്ലെടുത്ത് മറ്റൊരാൾ ആക്രമിക്കാൻ പോകുമ്പോൾ ഒരു അക്രമം ഉണ്ടാകാതിരിക്കാൻ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ രമ്യതയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടതാണ് ആ പ്രദേശത്തെ ചെറുപ്പക്കാരനായ ആദിവാസി യുവാവ് മാതൻ. ആ മാതനെയാണ് ഈ വാഹനത്തിൽ കൈ പുറത്തേക്കിട്ട് ആ വാഹനത്തിൽ 1/2 കിലോമീറ്ററും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ രാജ്യത്ത് എവിടെയെങ്കിലും ഇതുപോലെ ഇത്രയും ഹീനമായ രീതിയിൽ ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ പെരുമാറുന്നത് നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടില്ല. ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടും ഇതിൽ എന്ത് നടപടി എടുത്തു എന്നാണ് ശ്രീമതി ധന്യാരാമനെ പോലുള്ളവർ ചോദിക്കുന്നത്. പോലീസിന് അതിവേഗം ഇനി ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. KL 52H8733 എന്ന മാരുതി സെലേറിയോ എന്ന വാഹനത്തിൽ 4 പേരുണ്ടായിരുന്നു ഈ ക്രൂരകൃത്യം നടത്തുമ്പോൾ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു കുറ്റിപ്പുറം സ്വദേശിയുടെ പേരിലാണ് ഈ വാഹനം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വാഹനം ഇപ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ ലൈനിൽ വരുന്നു. അത് അങ്ങ് ഈ കാര്യം അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് അങ്ങയുടെ പ്രതികരണം? വളരെ ഒരുപക്ഷെ പോലീസ് നടപടി താമസിക്കുന്നു എന്ന പരാതിയും ഉയരുകയാണ്. തീർച്ചയായും ഇത് ഈ വാർത്ത അറിഞ്ഞു. ഒരു കാരണവശാലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയുന്ന ഒരു സംഭവവികാരമല്ല. പ്രത്യേകിച്ച് ഒരു ആ മനുഷ്യനെ റോട്ടിലൂടെ വലിച്ചഴിക്കുന്നതിന്റെ ഒരു വിഷ്വൽസ് ഒക്കെ എല്ലാ ആളുകളും കാണുകയാണ്. പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിന്മേൽ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പൊ അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ വളരെ വേഗത്തിൽ ഇതിനകത്ത് മുന്നോട്ട് പോകണം. SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം തന്നെ കേസെടുക്കുകയും മറ്റ് എല്ലാ തരത്തിലും ഉള്ള നിയമപരമായ പരിരക്ഷ കുടുംബത്തിന് നൽകണം. കാരണം അതിനകത്തുള്ളൊരു പ്രയാസം ഈ നമ്മുടെ നാടുകളിലൊക്കെ ടൂറിസ്റ്റുകളും മറ്റാളുകളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും അന്ന് കണ്ടുപോകുന്ന ഒരു ജില്ല തന്നെയാണ് വയനാട്. അതിനൊന്നും പരാതികളും കുഴപ്പങ്ങളും ഇല്ല. പക്ഷെ അതും ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിനെയും ബാധിക്കും. കാരണം ടൂറിസം മേഖലയെ ബാധിക്കും. ഇവിടുത്തെ ആളുകൾക്ക് അവരോടുള്ള ഒരു പ്രയാസകരമായ സമീപനം ഉണ്ടാവാൻ പാടില്ല, തിരിച്ചും ഉണ്ടാവാൻ പാടില്ല. കുറ്റം ചെയ്ത ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ഒരു തരത്തിലുമുള്ള താമസം ഉണ്ടാവാൻ പാടില്ല. കാരണം താങ്കൾക്കും എല്ലാവർക്കും അറിയാം, ഈ ഒരു വാർത്ത ഒരുപക്ഷെ പുറത്തു വന്നില്ലായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഈ വിഷ്വൽസ് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇവർ ചിലപ്പോൾ പറയുക പോലും ഇല്ല. അത്രയും പാവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നീതിയുടെ പക്ഷത്ത് എല്ലാവരും നിന്ന് വളരെ വേഗത്തിൽ തന്നെ ഇതിന് മുന്നോട്ട് പോകണം. ഞാൻ ഇപ്പൊ ജില്ലാ കലക്ടറെ വഴി സംസാരിക്കുകയും ഇപ്പൊ കലക്ടർ നമ്മളിത് കാണുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 11:30 ആകുമ്പോഴേക്കും SPയെയും കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്തും നമ്മളെ നിലപാടുകൾ കൃത്യമായി പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി, അതായത് നമ്മളൊരു പേരിന് വേണ്ടി ഒരു നടപടി സ്വീകരിച്ച് താൽക്കാലികമായി മാറി നിൽക്കാതെ എന്താണോ നിയമപരമായി ചെയ്യാൻ പറ്റുന്നത് അത്രയും ചെയ്ത് എന്നാൽ മാത്രമേ ആ കുടുംബത്തിന് നീതി കിട്ടത്തുള്ളൂ എന്നാണ്.
ഓക്കെ. അല്ല, താങ്കൾക്ക് മറ്റുള്ള ഈ പോലീസ് അധികാരികൾ ഇതിനകത്ത് ഇടപെടാൻ അല്പം താമസിച്ചു എന്ന രീതിയിൽ ചില പരാതികൾ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് ഇടപെടാൻ കഴിഞ്ഞോ? ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു താമസം ഉണ്ടായി എന്ന് പറയുകയുണ്ടായി. പക്ഷെ പോലീസിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് വിവരം അറിഞ്ഞപ്പോൾ അവർ ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ളതാണ്. അത് നമുക്ക് എസ് പിയോട് സംസാരിക്കും, നേരിട്ട് തന്നെ സംസാരിക്കാനാണ് ഞാൻ പറഞ്ഞ 11:30 ആകുമ്പോൾ എല്ലാ കളക്ടറും എസ് പിയും നമ്മളും അടക്കം ഒരുമിച്ച് ചേരുന്നത്. ഓക്കെ, താങ്ക് യു ഷംസാദ് മരക്കാർ. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീ ഷംസാദ് മരക്കാർ.